ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റിയാലും, പുത്രാന്മാർക്ക് തെറ്റുപറ്റിയാലും, വൈദികർക്ക് തെറ്റുപറ്റിയാലും അതവിടെ വിഷയമല്ല. എല്ലാ ദൈവശാസ്ത്രങ്ങളും, എല്ലാ ആധ്യാത്മികതയും, എല്ലാ തിരുവചനങ്ങളും, സഭയുടെ ചരിത്രവും പ്രബോധനങ്ങളും എല്ലാം ഉൾക്കൊണ്ടു നിൽക്കുന്ന പരിശുദ്ധ കുർബാനയെ എല്ലാവരും പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിൽ ഒരു പരിശുദ്ധ കുർബാന ഉണ്ടാകുക പറ്റില്ല. പരിശുദ്ധ കുർബാനയുടെ മക്കളെ, തിരുസഭയുടെ മക്കളെ, കുറവുകളോടും പോരായ്മകളോടും കൂടി തിരുസഭയെ അംഗീകരിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകുന്ന മക്കളായി തീരുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ. അതിന് തയ്യാറാകുമ്പോൾ ബാക്കിയെല്ലാം ദൈവം ചെയ്യും. ഞാൻ കിട്ടിയ സമയം കൊണ്ട് അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുകയാണ്. 1:15 നമ്മുടെ പരിശുദ്ധ കുർബാന തീരണം. ഞാൻ 5 ദിവസത്തെ താമസിച്ചുള്ള പരിശുദ്ധ കുർബാനയുടെ ധ്യാനം നടത്തിയാലും അത് 5 മണിക്കൂറായാലും 2 മണിക്കൂറായാലും പറയാനുള്ളത് ഞാൻ ചുരുക്കി പറയുക, പിന്നെ മണിക്കൂറുകളെടുത്ത് അത് പഠിക്കാനായിട്ട് സാധിക്കുക. ഞാനിവിടെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈശോ മിശിഹാ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ കുർബാനയുടെ വിത്ത് ഭാഗിയുള്ളൂ എന്നതുപോലെ ഒരു വിത്ത് ഭാഗലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകാനായിട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ അതിൻ്റെ തുടർന്ന് പറയാനുള്ളത്, ഒരിക്കൽ കൂടെ അതിന് മുമ്പ് ഞാൻ അവസാനം വിട്ടുപോകും. ഇങ്ങനെ ദൈവത്തിന് വരുവാനിൽ ഇവിടെ എങ്ങനെ വരാൻ സാധിച്ചതിന് ദൈവത്തോട് നന്ദി പറയുകയാണ്. ഇത്രയെങ്കിലും പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയാൻ സാധിച്ചതിൽ ആ ദൈവത്തോട് നന്ദി പറയുന്നു. പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകാനായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും 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 വളരെ ലളിതമായൊരു കാര്യം, നമ്മുടെ എത്ര കത്തോലിക്ക കുടുംബങ്ങളിലെ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു പുസ്തകമുണ്ട്. നമ്മുടെ തൃശ്ശൂർ അരമനയോട് ചേർന്നുള്ള ബുക്ക് സ്റ്റോളിൽ നമ്മൾ ചെല്ലി ധാരാളം പുസ്തകങ്ങളാണ്. എൻ്റെ തന്നെ 3 പുസ്തകങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ നമ്മുടെ സിറോ മലബാർ കുർബാന ലളിതമാക്കി കുട്ടികൾക്കും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാക്കി ചിത്രങ്ങളിൽ ആക്കി ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഞാനതിൻ്റെ ഒരു 300 കോപ്പിയുടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്ര എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് ബുക്ക് സ്റ്റോളിൽ കൊടുത്തിട്ടുണ്ട്. അത് 20 രൂപയ്ക്കാണ് തരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അച്ചടി ചിലവ് വരുന്നില്ല. അത് ആ രീതി ചെയ്തിരിക്കുകയാണ്. നമുക്ക് പറ്റുന്നവർ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് നിങ്ങളതിൻ്റെ നമ്പറൊക്കെ അതിനകത്ത് കാണാം. ആരെങ്കിലും പറയുകയാണെങ്കിൽ 10-20 കോപ്പി വീതം 20 രൂപ മാത്രം അയച്ചു തരാനായിട്ട് സാധിക്കും. അവിടെ ഞാൻ കാണുന്ന സ്വപ്നം ഡാനിയസ് മീഡിയയിലൂടെ ഞാനൊരു വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കത്തോലിക്ക ഭവനങ്ങളിലും പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു പുസ്തകമെങ്കിലും ഉണ്ടായിരിക്കട്ടെ. ചുരുങ്ങിയ പക്ഷം കുർബാന പുസ്തകമെങ്കിലും. അപ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകാൻ ഈശോയെപ്പോലെ പശ്ചാത്തപിക്കണം. ലോകത്തിൻ്റെ സഭയുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കണം. അടിസ്ഥാനപരമായി ഈശോ മാത്രമാണ് ദൈവമെന്ന്, പരിശുദ്ധ കുർബാന ഒരു നിത്യസത്യമാണെന്നും ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റിയാലും, പുത്രാന്മാർക്ക് തെറ്റുപറ്റിയാലും, വൈദികർക്ക് തെറ്റുപറ്റിയാലും അതവിടെ വിഷയമല്ല. ഞാൻ കുർബാനയിലൂടെ മാമോദീസായിലൂടെ ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതനാകണം. അതിന് ഇനി നമുക്ക് വേണ്ടത് കുർബാന എന്താണെന്ന് അറിയുക എന്നുള്ളതാണ്. അറിയുക. ആഗോള സഭയിലും സിറോ മലബാർ സഭയിലും പരിശുദ്ധ കുർബാനയുടെ കൂടിളക്കങ്ങളും അസ്വസ്ഥതകളൊക്കെ നടക്കും. ഞാൻ 2 പ്രാവശ്യം യൂട്യൂബിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ഒന്ന് ഒരു 6 മാസം മുമ്പാണ്, ഒന്ന് മിനിഞ്ഞാന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒരു പ്രസംഗം. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് എല്ലാവർക്കും സ്വീകാര്യമായ, എല്ലാവർക്കും മനസ്സിലാകുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കുർബാനക്രമം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം പരിശുദ്ധ കുർബാനയിൽ എല്ലാ ദൈവശാസ്ത്രങ്ങളുമുണ്ട്, സഭയുടെ ചരിത്രമുണ്ട്. ഇന്നലെ നമ്മുടെ തൃശ്ശൂരുള്ള ഫ്രാൻസിസ് മാഷയുടെ നല്ലൊരു പ്രസംഗം യൂട്യൂബിലൂടെ വന്നിട്ടുണ്ട്. ഇതിൽ ഫ്രാൻസിസ് മാഷ് പ്രത്യേകം എടുത്തു പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നമ്മുടെ കുർബാനക്രമത്തിലെ പ്രബോധനപരമായ കാര്യങ്ങൾ കിടപ്പുണ്ട്.
വിശദീകരിക്കാൻ സമയമില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് എല്ലാ ദൈവശാസ്ത്രങ്ങളും എല്ലാ ആധ്യാത്മികതയും എല്ലാ തിരുവചനങ്ങളും സഭയുടെ ചരിത്രവും പ്രബോധനങ്ങളും എല്ലാം ഉൾക്കൊണ്ടു നിൽക്കുന്ന പരിശുദ്ധ കുർബാനയെ എല്ലാവരും പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിൽ ഒരു പരിശുദ്ധ കുർബാന ഉണ്ടാകാൻ പറ്റില്ല. പക്ഷേ മരണം വരെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിച്ചാലും തീരാത്ത യാഥാർത്ഥ്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മരണം വരെ പഠിക്കാൻ തുടങ്ങുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓരോ വചനവും എടുത്തുകൊണ്ട് ബൈബിളുമായി പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്തുക. ബോധമുള്ളവർക്ക് ബന്ധം കാണും. പിന്നെ എന്താ ശാശ്വതമായൊരു പരിഹാരം? സഭയെ അനുസരിക്കുക. അതാ ഫ്രാൻസിസ് പറഞ്ഞത്. അപ്പൊ അതിന് പരിശുദ്ധ കുർബാന എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ 5 മിനിറ്റ് സമയം കൂടി മാത്രം. എല്ലാ ദൈവശാസ്ത്രങ്ങളും എല്ലാ ആധ്യാത്മികതയും പരിശുദ്ധ കുർബാനയിലുണ്ട് എന്ന് പശ്ചാത്തലമായിട്ട് വെച്ചുകൊണ്ട് എന്തല്ല എന്ന് കാണുന്നതിന് മുമ്പ്, എന്താകുന്നു എന്ന് കാണുന്നതിന് മുമ്പ് വളരെ അടിസ്ഥാനപരമായി എന്തല്ല പരിശുദ്ധ കുർബാന എന്ന് 10,000 പ്രാവശ്യം ആവർത്തിച്ച് പറയണം. സെഹിനോട്ടിശാലയിലെ ഈശോയുടെ കുർബാന സ്ഥാപനമല്ല പരിശുദ്ധ കുർബാന. ഞാൻ 10,000 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. വിവാഹം എന്താണ്, കുടുംബം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, കുടുംബം എന്ന് പറഞ്ഞാൽ പള്ളിയിലെ അച്ഛന്മാർ വിവാഹം ആശീർവദിക്കുന്ന കണ്ടില്ല, അതാണ് കുടുംബം എന്ന് പറഞ്ഞത്. കുടുംബം അതല്ല, അത് വിവാഹം എന്ന കൂതാശം ആശീർവദിക്കപ്പെടുന്നേ ഉള്ളൂ, ആരംഭിക്കുന്നേ ഉള്ളൂ. സഭയുടെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ അവിടെ ആരംഭിക്കുന്നേ ഉള്ളൂ. കുടുംബം അങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. എന്നതുപോലെ ഈശോ കുർബാന സ്ഥാപിച്ചേ ഉള്ളൂ, അതല്ല കുർബാന. കുർബാന എന്താണ്? ഈശോയുടെ ജീവിതമാണ്. ആ പെസഹായാണ് വന്നിട്ടുള്ളത്. ജനന, ജീവിത, പീഡാനുഭവ, മരണ, ഉത്ഥാന, സ്വർഗാരോഹണ, പെന്തക്കോസ്ത രഹസ്യങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. അതാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ എന്തല്ല എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ട് അതിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ അങ്ങനെ കിടക്കുന്നു. എന്താകുന്നു എന്നുള്ളത് ഞാൻ വെറുതെ പേര് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുകയാണ്. അത്രേ പറ്റൂ. ഓരോ വിഷയത്തെക്കുറിച്ചും യൂട്യൂബിൽ എൻ്റെ പ്രസംഗങ്ങൾ കിടപ്പുണ്ട്, വല്ലപ്പോഴൊക്കെ ഒന്ന് നോക്കുക. 500ഓളം പ്രസംഗങ്ങളുണ്ട്. പക്ഷേ അധികം പേരൊന്നും കേൾക്കാറില്ല. പിന്നെ ഒരു സന്തോഷം, ഇതുവരെ എന്നെ ആരും വിമർശിച്ചിട്ടില്ല. വിമർശിക്കാനുള്ള വകുപ്പുണ്ട്, അതുപോലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താകുന്നു പരിശുദ്ധ കുർബാന? ഒന്നാമതായിട്ട് അത് എല്ലാ രഹസ്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന, എല്ലാ രഹസ്യങ്ങളും ഉൾക്കൊണ്ട് നിൽക്കുന്ന നമ്മുടെ കുർബാന പുസ്തകത്തിൽ നിങ്ങൾ ഒരെണ്ണം വീട്ടിൽ വാങ്ങിച്ചു വെച്ച് ഓരോ ദിവസവും ഓരോ പ്രാർത്ഥനയും നമുക്ക് അതിൽ ആവർത്തിച്ച് കാണാം. രഹസ്യങ്ങൾ, രഹസ്യങ്ങൾ, രഹസ്യം. ഇത് രഹസ്യമാണ്, ഇത് രഹസ്യമാണ്. വിളക്കിന്നൂര് നടന്ന ആ അത്ഭുതം, ആ തിരുവോസ്തി 12 വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത് കേടുവരാതിരിക്കുന്നു. അതിലെ ആ മുഖം അതുപോലെ ഇരിക്കുന്നു. അതെ, അത് രഹസ്യമാണ്. പരിശുദ്ധ കുർബാന സ്വർഗത്തിലെ ആരാധനയാണ്. സഹോദരങ്ങളെ, മറക്കരുത്. അച്ഛനും ജനങ്ങളും പരസ്പരം കാണുന്നതല്ല പരിശുദ്ധ കുർബാന. സ്വർഗത്തിലേക്ക് നോക്കണം. സ്വർഗത്തിലെ മാലാഖമാരോട് ചേർന്ന് നമ്മൾ ആത്മാവിനും സത്യത്തിനും ആരാധിക്കുകയാണ്. അതാണ് പരിശുദ്ധ കുർബാന. അത് തിരുസഭയുടെ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, മറക്കരുത്. പ്രാർത്ഥനയാണ്, ഇത് പ്രാർത്ഥനയാണ്. എല്ലാ പ്രാർത്ഥനകളും ഉൾക്കൊണ്ടു നിൽക്കുന്ന, അത് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളാണ്, എല്ലാ പ്രാർത്ഥനകളും ഉൾക്കൊണ്ടു നിൽക്കുന്ന വലിയ പ്രാർത്ഥനയാണ്. തിരുസഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥനയാണ്. പോരാ, ഇത് ദൈവത്തിന്റെ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ പ്രാർത്ഥന, ഇത് ദൈവത്തിന്റെ പ്രാർത്ഥനയാണ്. മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് തിരുവചനങ്ങളുടെ ആഘോഷമാണ്. ബൈബിൾ ആഘോഷിക്കുകയാണ് പരിശുദ്ധ കുർബാനയിലൂടെ. ദൈവം ചരിത്രത്തിലൂടെ ചെയ്ത കാര്യങ്ങൾ തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, രേഖപ്പെടുത്തപ്പെട്ട തിരുവചനങ്ങളെ, ചരിത്ര സത്യങ്ങളെ ദൈവമയുടെ അടയാളങ്ങളിലൂടെ ആവർത്തിച്ച് തുടരുകയാണ്. തമ്പുരാൻ കർത്താവിൻ്റെ
ബൈബിൾ കൺവെൻഷനാ പരിശുദ്ധ കുർബാന. ആര് മനസ്സിലാക്കുന്നു? കഠിനമാണ്, ഇന്നും കഠിനമാണ് പ്രിയപ്പെട്ടവരെ. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുന്ന എല്ലാ വിശ്വാസ രഹസ്യങ്ങളെയും ആഘോഷിച്ചുകൊണ്ട്, ഏറ്റുപറഞ്ഞുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വീകരിക്കുന്ന വിശ്വാസ പ്രഖ്യാപന വേദിയാണ് പരിശുദ്ധ കുർബാന. അപ്പവും വീഞ്ഞും മാംസരക്തങ്ങളായിട്ട് മാറ്റപ്പെടുന്നത് തിരുവചനത്തിന്റെ ശക്തി കൊണ്ടാണെന്ന് ചിലർ പറയും. അല്ല, പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്താലാണെന്ന് കൊണ്ടാണ് ഞാൻ പറയും. ചിലർ പറയും രണ്ടും കൂടി യോജിപ്പിച്ചുകൊണ്ട് തിരുവചനത്തിലെ പരിശുദ്ധാരൂപി പ്രവർത്തിക്കുമ്പോൾ, പീഡാനുഭവത്തിന്റെ സ്മരണയാചരിക്കുന്ന തിരുവചനത്തിൽ പരിശുദ്ധാരൂപി പ്രവർത്തിക്കുമ്പോൾ, പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്താൽ കൂദാശ വചനങ്ങളുടെ സമയത്ത് ഈശോ മിശിഹായുടെ പീഡാനുഭവം നടക്കുന്നത് കൊണ്ടാണ് അപ്പവും മീനും മാംസരക്തങ്ങളായിട്ട് മാറുന്നത്. ഇത് കാണുന്നവരുണ്ട്. അതാ മഹാത്ഭുതം. അത് ബലിയാണ്, പോരാ, അത് തിരുരക്തത്തിലുള്ള ഉടമ്പടിയാണ്. ഇത് തിരുരക്തത്തിലുള്ള ഉടമ്പടിയാണ്. അത് പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനമാണ്. അത് സ്വർഗത്തിന്റെ നമ്മൾ മനോഹരമായിട്ട് നമ്മുടെ മതഭാവന പണിയുന്നത് എന്തുകൊണ്ടാണ്? ബലിപീഠം അത് സ്വർഗത്തിലാണ്, സ്വർഗത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു നിൽക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞു, ഫ്രാൻസിസ് മാഷയുടെ ഇന്നലെ യൂട്യൂബിൽ ഇറങ്ങിയിട്ടുള്ള ഡാനിഷ് മീഡിയയിലൂടെ ആ പ്രസംഗത്തിൽ മാഷ അധികം ഒന്നും പറയാത്ത ചില കാര്യങ്ങളൊക്കെ അതിൽ ഒന്ന് ഇതാണ്, ഏതാ സ്വർഗത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു കല്ലറ ഈശോ ഉത്ഥാനം ചെയ്തു, ഉത്തിതന്റെ ജീവിതമാണിത്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ നിർത്തുകയാണ്. പരിശുദ്ധ കുർബാനയിൽ ഇങ്ങനെ എല്ലാം ഉൾക്കൊണ്ടു നിൽക്കും. നമ്മളിവിടെ വിത്തുമാകിയിട്ടുണ്ട്, അത് തുടരാനായിട്ട് സാധിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ കുറിച്ച് പറയുന്ന ഏതെങ്കിലും ഒരു കൊച്ചു പുസ്തകം നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഒരു കുർബാന പോലും നഷ്ടപ്പെടുത്താതിരിക്കുക. കുർബാനയെ പങ്കെടുത്തുകൊണ്ട് ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, തീവ്രവാദികളുടെ മാനസാന്തരത്തിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുക. ദിവികാര സന്നിധിയിലെ മോശയെ പോലെ സമയം ചെലവഴിക്കുക. മഹാത്ഭുതങ്ങൾ നടക്കും. ഉടമ്പടി നമ്മുടെ ജീവിതത്തിലൂടെ തുടരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ.